ഹലോ ഗൈസ്, ഞാനാണ് നിങ്ങളുടെ സ്വന്തം ട്രിക്കൻ. നമ്മുടെ ഇന്നത്തെ ചോദ്യം 62% ഓഫ് 1000, അതായത് 1000ന്റെ 60% എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഏതൊരു സംഖ്യയുടെയും ശതമാനം ചോദിച്ചാൽ ആ സംഖ്യ നമുക്ക് എപ്പോഴും 100% അതായത് നമ്മുടെ ഇവിടുത്തെ 100% എന്ന് പറയുന്നത് 1000. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 62%. ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഇതിനെ തമ്മിൽ ക്രോസ് ഗുണിക്കുക എന്നതാണ്. സ്പേസ് ഉള്ളിടത്തല്ല, നമ്മൾ സ്പേസ് ഇല്ലാത്തടത്ത് വേണം ആദ്യമേ നമ്മൾ ഗുണിക്കാനായിട്ട്. അതായത് 62 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 100. ഇതിലെ ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യം ഈ പൂജ്യം വെട്ടിപ്പോവും. അങ്ങനെ വന്നാൽ 62 ഇൻറ്റു 10 എന്ന് പറയും. അപ്പോൾ നമ്മുടെ ആൻസർ 620 എന്നാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് 100% എന്ന് പറയുന്നത് 1000 ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ 75%, 50%, 25%, 10%, 1%, ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1000ൽ നിന്ന് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ അത് നമുക്ക് 10%. അതായത് 1000ന്റെ 10% എന്ന് പറയുന്നത് 100. അതിൻ്റെ 1% എന്ന് പറയുന്നത് 1000ൽ നിന്നും 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ 1%. ഇവിടെ 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ 10 എന്ന് കിട്ടും. അതാണ് 1000ന്റെ 1%. ഇവിടെ 50% എന്ന് പറയുമ്പോൾ 100%ന്റെ നേർപകുതിയാണ്. അതായത് 1000ന്റെ നേർപകുതി വരുമ്പോൾ 500. പിന്നെ 25% എന്ന് പറയുമ്പോൾ 250 ആയിരിക്കും. 75% എന്ന് പറയുമ്പോൾ 750 ആയിരിക്കും. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 100%ത്തിനെ ഇതൊരു 100%, അതിനെ 1, 2, 3, 4 ഇങ്ങനെ 4ആയിട്ട് ഭാഗിക്കും. ഇവിടെ ഒരു 25%, 25%, 25%, 25%, അങ്ങനെ 25, 50, 75, 100 എന്നുള്ള രീതിയിലായിരിക്കും. ഇതിൽ 25% നമുക്ക് കിട്ടി 250 ആയിരിക്കും. അങ്ങനെ നോക്കി ഇതെല്ലാം 25% നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം 250, 250 വെച്ചുള്ളതായിരിക്കും. പിന്നെ 25, 25, 50 ആണല്ലോ. അപ്പോൾ 250 കൂടുമ്പോൾ 250, 250, 500. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ 50% കിട്ടിയില്ലേ? ഇതും 50% അല്ലേ? അപ്പോൾ എത്രയായി? ഇതും 250 ആയി. അപ്പോൾ 250, 250, 500. ഈ 500 കൂടെ ചേരുമ്പോൾ 1000 ആവും. ടോട്ടൽ 50, 50, 100% നമുക്ക് എത്രയായി? 1000 ആയി. ഇതാണ് ഈ ഒരു പേഴ്സൻറ്റേജ് കണക്കിലെ ട്രിക്ക്. ഇനിയും വരും ദിവസങ്ങളിൽ നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.